പ്രേക്ഷകർ പലരും പറയുന്നുണ്ട് നല്ല മഴയുള്ള കുളിരുള്ള പ്രഭാതത്തിലാണ് ഗുഡ് മോർണിംഗ് കേരളം ഇങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ആ കുളിരുള്ള പ്രഭാതത്തിൽ എങ്ങനെയാണ് വിവിധ ഇടങ്ങളിലെ കാലാവസ്ഥ? കുളിര് മാത്രമാണോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? മഴ അത്രത്തോളം വലിയ ശക്തമായ മഴ വിവിധ ഇടങ്ങളിൽ പെയ്യുന്നുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്നും നാളെയും 4 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണുള്ളത്. 23 വരെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരും. തിരുവനന്തപുരത്ത് നിന്ന് മാനസ മനോജ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാനസ. ഗുഡ് മോർണിംഗ് കാവ്യ. മാനസ, നിൽക്കുന്നത് കുടയൊക്കെ ചൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പുലർച്ചെ വരെ മഴയുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു രീതിയിൽ ശമനമുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ വീണ്ടും മഴ നേരിയ രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 മണിക്കൂർ തുടരുമെന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ അതിതീവ്ര മഴ തന്നെയായിരിക്കും 23 വരെയും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുകയാണ്. നാളെയും ഇതേ രീതിയിൽ തന്നെയാണ്. ഇതിന് പിന്നാലെയുള്ള ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും സംസ്ഥാനത്ത് മഴ ലഭിക്കുക എന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. നിലവിൽ ഈ സംസ്ഥാനത്ത് മലയോര ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ തന്നെയാണ് മലയോര മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലും ഇത്തരത്തിലുള്ള ചില ഇടങ്ങളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഈ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. മിന്നൽ പ്രളയം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജാഗ്രതാ നടപടികളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം. അതോടൊപ്പം തന്നെയാണ് ഈ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും ഈ താഴ്ന്ന ഭാഗങ്ങളിലുമുള്ളവരോടോ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണം. പെട്ടെന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെടുക. അതുകൊണ്ട് അതീവ സുരക്ഷിതമായ ഇടത്തേക്ക് മാറുന്ന രീതിയിലേക്ക് സാഹചര്യം ഉണ്ടാക്കണം എന്ന കാര്യങ്ങളൊക്കെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വേനൽ മഴ സജീവമായതോടെ കേരളത്തിൽ ഈ മാസം 31 കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതിന് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ആൻഡമാൻ, അതോടൊപ്പം തന്നെ നിക്കോബാർ ദ്വീപുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും കാലവർഷം എത്തിക്കഴിഞ്ഞു. മെയ് 22 ഈ ബംഗാൾ ഉൾക്കടലിൽ ആദ്യ ന്യൂനമർദ്ദം എത്തും. ശേഷം അത് തീവ്രമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഒപ്പം തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇപ്പോൾ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 23 വരെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഉള്ളതെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ലഭിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ വിലക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തീരദേശ മേഖലയ്ക്കും ആ നിലയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നിരവധിയിടങ്ങളിൽ നഗരത്തിനുള്ളിൽ വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇപ്പോഴുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ലഭിച്ചിരുന്നെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ടായിരുന്നു. ഏറെ സമയത്തേക്ക് മഴ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രൂപപ്പെട്ട വെള്ളക്കെട്ടൊക്കെയും ഇറങ്ങുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ശക്തമാവുകയാണെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾ മാറണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെയും അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെയും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിലവിൽ പൊന്മുടി, ഗവി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊക്കെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല. മലയോര മേഖലകളിലുള്ളവർ രാത്രി യാത്ര നടത്താൻ പാടില്ല എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തീരദേശത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ മത്സ്യബന്ധനം നടത്താൻ പാടില്ല. അതും ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ മത്സ്യബന്ധനത്തിലേക്ക് ഏർപ്പെടാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ശരി മാനസ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സുജു ഉണ്ട്, ജോസിലുണ്ട്, ഒപ്പം തന്നെ സനോജ് ഉണ്ട്. സുജുവിലേക്കാണ് ഇനി പോകുന്നത്. സുജു, കഴിഞ്ഞ ദിവസങ്ങളായി റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ് പത്തനംതിട്ടയിൽ. ഇന്നലെ ഈ ഒരു സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എങ്ങനെയാണ് ജില്ലയിലെ സാഹചര്യം? കനത്ത മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? കാവ്യ, ഇപ്പോൾ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു, എന്നാൽ അത് തുടർച്ചയായി പെയ്തിരുന്നില്ല. ഇടവിട്ടാണ് ശക്തമായ മഴ ജില്ലയിൽ പല ഭാഗത്തും പെയ്തിരുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരത്തിലൊരു മഴ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇന്നും ഇന്നലെയൊക്കെ തന്നെ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നെങ്കിലും നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ജില്ലയിൽ. ഇത് പറയുമ്പോഴും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം മുൻ കാലങ്ങളിൽ പലപ്പോഴും വളരെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടെ ജാഗ്രതയോടെ പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ മെയ് 21 വരെ ജില്ലയിൽ രാത്രികാല മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട്. അത് രാത്രി 7 മുതൽ രാവിലെ 6 വരെയുള്ള യാത്രാവിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കോറികളുടെ പ്രവർത്തനം, അതേപോലെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രയും, അതായത് ഗവി കുട്ടവഞ്ചിയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രയ്ക്കും നിരോധനമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണിയും നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ മഴക്കെടുതിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം കൃത്യമായി കൈക്കൊണ്ടിട്ടുണ്ട്. 40-ലധികം പ്രദേശങ്ങളെ ദുരിത സാധ്യത പ്രദേശമായി കണ്ടെത്തുകയും അവിടങ്ങളിലൊക്കെ തന്നെ അടിയന്തര ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുവരെയും ആരെയും ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും പത്തനംതിട്ട ജില്ല പൂർണ്ണ സജ്ജമാണ്. എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. കാവ്യ. ശരി സുജു, തുടരുക. ജോസിൽ സെബാസ്റ്റ്യൻ ഉണ്ട് ഇടുക്കിയിൽ നിന്നും. ജോസിൽ, കാലാവസ്ഥ മാറുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. മലയോര മേഖലകൾ അടക്കമുള്ള ഇടങ്ങളിലെ കാലാവസ്ഥയുടെ സാഹചര്യം ഏറ്റവും പ്രത്യേകതയായി എടുത്തു കാണിക്കണം. മണ്ണിടിച്ചിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ പ്രതിഫലിക്കുന്നത്? കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള തീവ്ര മഴ ഇടുക്കി ജില്ലയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ മാത്രമാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത്. അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജില്ലയിൽ മുഴുവൻ ഇന്നലെ പെയ്ത മഴ എന്ന് പറയുന്നത് 199 മില്ലിമീറ്ററോളമാണ്. ഈ പറയുന്ന പല സ്ഥലങ്ങളിലും, അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് പീരുമേട് താലൂക്കിലാണ്. അവിടെ 82.5 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. തൊടുപുഴയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, 60.4 മില്ലിമീറ്റർ. ഉടുമ്പൻചോല 18.2 മില്ലിമീറ്റർ. ഇടുക്കി 32.6 മില്ലിമീറ്റർ. ദേവികുളത്ത് 5.8 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. അതായത് വളരെ കുറഞ്ഞ ഒരു മഴ മാത്രമാണ് ദേവികുളം താലൂക്കിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ഈ പീരുമേട് താലൂക്കിൽ കാര്യമായ 82.5 മില്ലിമീറ്റർ മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ നിലവിലെ ജലനിരപ്പ് 115.8 അടിയാണ്. അതുപോലെ തന്നെ ഇടുക്കിയിൽ ഇപ്പോൾ 33% ജലനിരപ്പുണ്ട്. കഴിഞ്ഞ വർഷമുള്ളതിനേക്കാൾ 10% കൂടുതലാണ് ഇത്. ഏതായാലും നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ടതോ അപകടപരമായ ഒരു സ്ഥിതിയിലേക്ക് മഴ ഇടുക്കിയിൽ നീങ്ങിയിട്ടില്ല. ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി യാത്രയും അതുപോലെ തന്നെ ഓഫ് റോഡ് യാത്രകളുമെല്ലാം ഇടുക്കി ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ജാഗ്രതയോടുകൂടി പോകുന്നത്. പിന്നെ ആകെ ഇന്നലെ ഒരു അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അടിമാലിക്ക് ഈസ്റ്റേൺ കമ്പനിക്ക് സമീപം കാറിന് മുകളിലേക്ക് മരം വീണ് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ തെങ്ങിപ്പാർക്കുന്ന കുറേ സ്ഥലങ്ങളിൽ ഈ തമിഴ്നാട് അതിർത്തി മേഖലയിൽ കുറച്ച് ഡെങ്കിപ്പനികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കാജനകമായി നിൽക്കുന്നത്. അതും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാവ്യ.
ശരി ജോസിൽ, സനോജ് സുരേന്ദ്രൻ കൂടി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോജ്, റെഡ് അലേർട്ട് ഉണ്ട് മേഖലയിൽ. മഴയുടെ സാഹചര്യം എങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ? തീർച്ചയായിട്ടും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും റെഡ് അലേർട്ട് ആണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു അതിശക്തമായ മഴ ജില്ലയിൽ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ നമ്മൾ ജില്ലാ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾ റൂമിൽ ബന്ധപ്പെടുമ്പോൾ ജില്ലയിൽ കാര്യമായ മഴ ഒരിടത്തും പെയ്തിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. വിവിധ താലൂക്കുകളിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഇന്നലെ അതിശക്തമായ മഴ പെയ്തത് ഒഴിച്ചാൽ രാത്രിയിൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് പോലും പുലർച്ചെ മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് എങ്കിൽ കൂടിയും ആകാശം മേഘാവൃതമാണ്. മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ജില്ലയെ സംബന്ധിച്ച് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലെ അതിതീവ്രമായ മഴ പെയ്യുമ്പോൾ മുൻകാലഘട്ടങ്ങളിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായ ഇടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അത്തരം ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അടിയന്തര സാഹചര്യത്തിൽ മാറി താമസിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇല്ലിക്കക്കല്ല്, ഇലവിഴ, പൂഞ്ചോറ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ, മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കിഴക്കൻ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ടും ദുരിതവും ഏറെ അനുഭവിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രത്യേകിച്ച് കനത്ത വേനലിനെ ജില്ലയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് പറയുന്നത്. മഴ കനത്തതോടുകൂടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കണമെന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. നിർദ്ദേശങ്ങൾ വളരെ കർശനമായി പാലിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള അലേർട്ട് അത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ വരുന്ന അപ്ഡേറ്റുകൾ ഏറ്റവും കൃത്യമായി പ്രേക്ഷകരും സശ്രദ്ധം അത് കേൾക്കുക, അത് പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി ഇടവേള.